നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജമായത്തെ ഇസ്ലാമി പണ്ടത്തെ പോലെയല്ല, വളരെ ഡീസൻ്റ് ആണെന്നും മതരാഷ്ട്രവാദമൊക്കെ അവർ ഉപേക്ഷിച്ചുവെന്നുമുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പുകഴ്ത്തൽ അല്ലെങ്കിൽ അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവന ഇപ്പോൾ കോൺഗ്രസിന് തന്നെ പുലിവാലായിരിക്കുകയാണ്. കാന്തപുരവും സമസ്തയുമെല്ലാം ഇപ്പോൾ സതീശനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ്. ജമായത്തെ ഇസ്ലാമിയെ UDFിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായാണ് കാന്തപുരം AP വിഭാഗവും സമസ്തയും രംഗത്ത് വന്നിരിക്കുന്നത്. ജമായത്തെ ഇസ്ലാമിയോട് പല നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ദശാബ്ദങ്ങളായി കടുത്ത നിലപാട് എടുക്കുന്ന സുന്നി സംഘടനകളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരം AP വിഭാഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ സമസ്തയും. ഇതിൽ കാന്തപുരം AP വിഭാഗം കാലാകാലങ്ങളായി CPMന് പിന്തുണ നൽകുന്ന വിഭാഗമാണ്. നമ്മുടെ ജമായത്ത് ഇസ്ലാമിക്കെതിരെ കർശന നിലപാടുമായി നിലകൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പുരോഹിത സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. സമസ്തയുടെ വോട്ടുകൾ കാലാകാലങ്ങളായി UDFനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് LDFന് അനുകൂലമായി മാറുകയായിരുന്നു. അങ്ങനെ സമസ്തയും പിണറായി വിജയന്റെ കക്ഷത്തിലായ ഒരു മുസ്ലിം സംഘടനകളാണ്. ഈ രണ്ട് മുസ്ലിം സംഘടനകളും സതീശനെതിരെ, V.D. സതീശനെതിരെ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ജമായത്തെ ഇസ്ലാമിയെ തോളിലിരുത്താനുള്ള, ജമായത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് ഒരു നോർമലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിനെ ലഘൂകരിച്ച് കാണാനുള്ള, അതിൽ വെള്ളം ചേർത്ത് UDFന്റെ കക്ഷത്തിലേക്ക്, UDFന്റെ പക്ഷത്തേക്ക് ജമായത്തെ ഇസ്ലാമിയെ പോലെ ഒരു തീവ്ര മുസ്ലിം സംഘടനയെ കൊണ്ടുവരുന്നത് ഒരിക്കലും ആശാസ്യകരമല്ലെന്നാണ് കാന്തപുരം AP വിഭാഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം ജമായത്തെ ഇസ്ലാമി ഹുക്കുമത്തെ ഇലാഹി അഥവാ ദൈവത്തിൻ്റെ ഭരണം പോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവയാണ്. V.D. സതീശൻ ഇപ്പോൾ പറയുന്നുണ്ട് അവർ നന്നായി, അവർ പഴയ മതരാഷ്ട്രവാദമെല്ലാം ഉപേക്ഷിച്ചു എന്നൊക്കെ. എന്നാലും പരമ്പരാഗത മുസ്ലിം സംഘടനകൾക്ക്, പ്രത്യേകിച്ച് സുന്നി സംഘടനകൾക്ക് ഒരു കാരണവശാലും ജമായത്തുമായി യോജിക്കാൻ കഴിയില്ല. അങ്ങനെ യോജിക്കാൻ കഴിയാത്ത ഒരു സംഘടനയെ, എന്നാൽ കാര്യമായി വോട്ടുമില്ലാത്തൊരു സംഘടനയെ UDF എന്തിനാണ് പിടിച്ച് മടിയിലിരുത്തുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. V.D. സതീശൻ ജമായത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി നടത്തിയ പ്രസ്താവനയെ കടുത്ത ഭാഷയിലാണ് കാന്തപുരം AP വിഭാഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ സമസ്തയും വിമർശിച്ചത്. ഈ ജമായത്തിനെ UDF തോണ്ടേണ്ട അല്ലെങ്കിൽ ചേർത്ത് നിർത്തേണ്ട ഒരു കാര്യവും ഉണ്ടായില്ലെന്നും, അപ്പോൾ 1000 1500 വോട്ടാണ് കഷ്ടിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ അവർക്കുള്ളതെന്നും, അവർ കൂടെയാകുമ്പോൾ അല്ലെങ്കിൽ അവർ UDFനെ അനുകൂലിക്കുമ്പോൾ പരമ്പരാഗത സുന്നി മുസ്ലിങ്ങളുടെ, കേരളത്തിൽ 95% പരമ്പരാഗത സുന്നി മുസ്ലിങ്ങളുടെ വോട്ട് UDFന് നഷ്ടപ്പെടുമെന്നുമാണ് ഇവർ പറയുന്നത്. ഏതായാലും V.D. സതീശനെതിരെ പരസ്യമായി കാന്തപുരം AP വിഭാഗവും സമസ്തയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഈ രണ്ട് പ്രബല മുസ്ലിം സംഘടനകളും രംഗത്ത് വരുന്നത്. മുസ്ലിം ലീഗിനും ജമായത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതിൽ ഉള്ളുകൊണ്ട് എതിർപ്പുണ്ടെന്നാണ് അറിയുന്നത്. വെൽഫെയർ പാർട്ടിയെ യോജിപ്പിക്കാൻ ആദ്യമൊക്കെ ലീഗ് അനുകൂലമായിരുന്നെങ്കിലും പിന്നീട് ലീഗ് ആ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഏതായാലും മുസ്ലിം സംഘടനകളുടെ, പരമ്പരാഗത മുഖ്യധാര മുസ്ലിം സംഘടനകളുടെ കടുത്ത എതിർപ്പ് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF വെൽഫെയർ പാർട്ടിയെയും ജമായത്തെ ഇസ്ലാമിയെയും തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് പരമ്പരാഗത സുന്നി മുസ്ലിം സംഘടനകൾ പറയുന്നതും. ഏതായാലും V.D. സതീശനെതിരെ കടുത്ത ഭാഷയിൽ കാന്തപുരം AP വിഭാഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ സമസ്തയും പ്രതികരിച്ചിരിക്കുകയാണ്. ഈ പ്രതികരണം അല്ലെങ്കിൽ ഈ എതിർപ്പ് നിലമ്പൂരിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഭയം ഇപ്പോൾ UDFനുണ്ട് താനും.